ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം എന്നാദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത മനുഷ്യരുടെ സമ്പത്ത് അതെങ്ങനെയൊക്കെ വിനിയോഗിക്കണമെന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ്. നമ്മുടെ സ്വത്ത് ശാശ്വതമായി സ്ഥിരമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നീക്കി വെക്കണമെന്ന് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ആ ഒരു നിർദ്ദേശം പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പല സ്ഥാപനങ്ങളും വ്യക്തമായി വളരെ ഭംഗിയായി നടത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഒരു സ്വത്ത്, അതിൻ്റെ വരുമാനം ആളുകൾക്ക് പ്രയോജനകരമായ രൂപത്തിൽ, പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമായ രൂപത്തിൽ ചെലവഴിക്കണമെന്നതാണ്. അതല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് വിനിയോഗിക്കണമെന്നതാണ്. പുണ്യകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കാൻ അങ്ങനെ സ്ഥിരമായിട്ടുള്ള സമ്പത്ത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു അറബിയിൽ നമ്മൾ സാധാരണ വഖഫ് എന്ന് പറയും. വഖഫ് സ്വത്തുക്കൾ, ആ ഒരു പേര് നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. സദഖത്തുൻ ജാരിയ, സ്ഥായിയായിട്ടുള്ള സദഖ എന്നുള്ള കാര്യം പ്രവാചകൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സ്ഥായിയായിട്ടുള്ള സദഖ എന്നുള്ള പ്രയോഗമാണ് പിന്നീട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം വഖഫ് എന്നുള്ള രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വിശകലനം നടത്തിയിട്ടുള്ളത് ആ ഒരു അർത്ഥത്തിലാണ്. പ്രധാനമായും അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുക എന്നതാണ് ആ ഒരു വഖഫ് സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും ഗുണവും. മറ്റ് ഭൗതികമായിട്ടുള്ള ഒരു താല്പര്യവുമില്ല. നമ്മുടെ സമ്പത്ത് സ്ഥായിയായിട്ട് നാം ചെലവഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സാമീപ്യം നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. സ്ഥിരമായി അത് ലഭിച്ചുകൊണ്ടിരിക്കും മരണാനന്തരവും. അതുമാത്രമല്ല, അതിൻ്റെ ഒരു ഗുണം, ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള സ്ഥാപനങ്ങളെ പരിശോധിച്ചാൽ നമ്മുടെ സമുദായത്തിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കിയാണ് ആ വഖഫ് സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഗുണവും അതോടൊപ്പം സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള നന്മയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ പഴയ കാലത്തുള്ള നമ്മുടെ മാതാപിതാക്കളും അതേ രൂപത്തിൽ പല കുടുംബങ്ങളും അവരുടെ സമ്പത്ത് വഖഫ് എന്നുള്ള നിലയിൽ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അത് സ്ഥിരമായിട്ടുള്ള ഒരു വെപ്പ് എന്നുള്ള രൂപത്തിൽ നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം സദഖത്തുൻ ജാരിയ, അത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളുമൊക്കെ ആ രൂപത്തിൽ വിനിയോഗിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ പലപ്പോഴും നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ എന്നുള്ള പ്രവാചക വചനം നമുക്കറിയാം. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ എന്നാണ്. അതിലൊന്നാമത് പറയുന്നത് സദഖത്തുൻ ജാരിയ, സ്ഥായിയായിട്ടുള്ള സദഖ, അഥവാ അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വഖഫ് എന്നുള്ള രൂപത്തിൽ അതിനെ നമുക്ക് ചെയ്യാമെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത് ഔ ഇൽമൻ യുൻതഫഉ ബിഹി, അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുള്ള അറിവ്, അത് നമുക്ക് മരണാനന്തരവും നമുക്ക് പ്രയോജനപ്പെടുമെന്നാണ്. അത് വലതുൻ സാലിഹുൻ യദ്ഉ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സച്ചരിതരായ നല്ല സന്താനങ്ങൾ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അള്ളാഹു നമ്മുടെ മരണാനന്തരവും നമുക്ക് പ്രയോജനകരമായി ഭവിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരാൾ ഖുർആനും സുന്നത്തും പഠിപ്പിക്കാനായി ഒരു നല്ല സ്ഥാപനം, തൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അതിനുവേണ്ടി വഖഫ് ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ സങ്കല്പിക്കുക.
അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോകുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയാലും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. എത്ര തലമുറകളാണ് ആ സ്ഥാപനം ഉപയോഗപ്പെടുത്തി അറിവ് കരസ്ഥമാക്കി ദീനിയായിട്ടുള്ള പഠനം കൂടുതൽ കാര്യക്ഷമമാക്കി തൻ്റെ കുടുംബത്തെയും സമൂഹത്തെയും നമ്മുടെ നാട്ടിലുള്ള സകല മനുഷ്യരെയും ആ നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ആ സ്ഥാപനം മുഖേന നമുക്ക് സാധിക്കുന്നത്. ആ കാലം അത്രയും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ മരണാനന്തരവും ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ബോധവാന്മാരാകണമെന്നതാണ്. ഇപ്പോൾ നമുക്കറിയാം, അത് സ്ഥാപനം മാത്രം, ഒരു പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്യുന്ന ഒരുപാട് പഴയ കാലത്തുള്ള ആൾ, പല പള്ളികളും അങ്ങനെ വഖഫ് ചെയ്ത് നമുക്ക് ലഭിച്ചതാണ്, നമ്മുടെ പൂർവികരായിട്ടുള്ള പിതാക്കൾ. അപ്പോൾ ആ പള്ളിയിൽ വന്ന ആളുകൾ നമസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, അവിടുന്ന് ഇസ്ലാമികമായിട്ടുള്ള പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൂലി മരണാനന്തരവും അദ്ദേഹത്തിന് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത, വഖഫിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഒരാളൊരു കിണറ് കുഴിച്ചു, എന്നിട്ട് അതിൽ ആളുകൾക്ക് ജലക്ഷാമമുള്ള സമയത്ത് അല്ലെങ്കിൽ സാധാരണ സമയത്ത് അതിൽ ആളുകൾ, പാവപ്പെട്ട ആളുകൾ അതിൽ നിന്ന് വെള്ളം നിരന്തരമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മരണാനന്തരവും അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഖൈബർ യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഗനീമത്ത് സ്വത്ത് ലഭിക്കുന്നു. അപ്പോൾ അദ്ദേഹം പ്രവാചക തിരുമേനിയോട് അന്വേഷിക്കുന്നു, ഞാനിത് സദഖ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രവാചക തിരുമേനിയോട് അന്വേഷിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉപദേശം താങ്കൾ അത് വഖഫ് ചെയ്യുക എന്നാണ്. അത് ധർമ്മമായി, അതിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും വരുമാനവുമെല്ലാം ധർമ്മമായി സദഖയായി ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കണം. ആ രൂപത്തിൽ അത് വഖഫ് ചെയ്യണമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായിട്ടുള്ള ഉമർ ബിൻ ഖത്താബിന് നിർദ്ദേശം നൽകുകയുണ്ടായി. ഈ ഒരു സ്വത്ത്, വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് പിന്നെ വിൽക്കാൻ പാടില്ല എന്നതാണ്. അതേ രൂപത്തിൽ അനന്തരമായി മറ്റാളുകൾക്ക് നൽകാൻ പാടില്ല എന്നതാണ്. അത് ദാനമായും അല്ലാതെയും ഒന്നും മറ്റുള്ള ആളുകൾക്ക് സാധാരണ സ്വത്ത് ഉപയോഗിക്കുന്ന പോലെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല എന്നുള്ള ഉപാധിയോടെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വെച്ച് തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ദാനം ചെയ്തത്, വഖഫായി ആളുകൾക്ക് നൽകിയിട്ടുള്ളത്. അത് പാവങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കണമെന്നതാണ്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഒരു പള്ളിയാണെങ്കിൽ ആ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് നിരന്തരമായി അതിൻ്റെ ഉപകാരം ലഭിച്ചുകൊണ്ടിരിക്കണമെന്നതാണ്. മാത്രമല്ല അതിൽ സ്വന്തം സമ്പാദ്യം ഉണ്ടാക്കാൻ പാടില്ല എന്നതാണ്. ഇപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ വഖഫ് ചെയ്തു, നല്ല സ്ഥലമുണ്ട്, വരുമാന കാര്യങ്ങൾ, പക്ഷെ അത് സ്വന്തം അതിൽ നമുക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിൽ നമുക്ക് സ്വന്തമായി അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കണമെന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നത് വഖഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ പല സ്ഥലങ്ങളിലും ആ രൂപത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ആ വഖഫ് സ്വത്തിൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് ഇഷ്ടമില്ലാത്ത, നമുക്ക് അനുവദനീയമല്ലാത്ത രൂപത്തിലുള്ള ആ സമ്പാദ്യം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നത് ഈ വഖഫിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗുണവും അതിൻ്റെ ഒരു സവിശേഷതയുമായി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ വിശദീകരിക്കുന്നുണ്ട്. അത് സാധാരണ ഒരു മുത്തവല്ലി എന്ന് പറയുന്ന ആളാണ് അത് കൈകാര്യം ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു നടത്തിപ്പും കാര്യങ്ങളുമെല്ലാം. പക്ഷെ അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശമില്ല എന്നതാണ്. അദ്ദേഹത്തിന് അദ്ദേഹം അത് നടത്തിക്കൊണ്ട് പോകുന്നു എന്നതല്ലാതെ ഉടമസ്ഥാവകാശം അദ്ദേഹത്തിനുമില്ല എന്നതാണ്. അതിലൊരു മാനേജർ, അത് നോക്കി നടത്തുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ മാത്രം അത് ഭംഗിയായി, അത് മോശമായ രൂപത്തിലേക്ക് പോകാതെ കൈകാര്യം ചെയ്യുക എന്നതാണ് ആ ഒരു മാനേജറുടെ അല്ലെങ്കിൽ ആ ഒരു മുത്തവല്ലിയുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയും. അതിൻ്റെ പരിപാലനം അത് വേണ്ട രൂപത്തിൽ പരിപാലിക്കണം, അതാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതിൻ്റെ വരുമാനം അത് നിർണിതമായ രൂപത്തിൽ അതിനാവശ്യമായിട്ടുള്ള ആ ഒരു കമ്മിറ്റി ഘടകങ്ങൾക്ക് നൽകുക എന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സത്യസന്ധതയാണ്. അപ്പോൾ എൻ്റെ പൂർവികരായിട്ടുള്ള ആളുകൾ വഖഫ് ചെയ്ത് അതുകൊണ്ട് ഞാനത് എൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കും എന്ന് പറയുന്നത് ഒരു ഹറാമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുന്നു എന്നതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അതിൽ സത്യസന്ധതയോടുകൂടി ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് അത് ഏത് ഘടകങ്ങളിലേക്കാണോ, ആ പള്ളിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അങ്ങനെ, മറ്റുള്ള കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവർക്ക് മാത്രമാണ് അതിൻ്റെ വരുമാനവും പ്രയോജനവും ലഭ്യമാവേണ്ടത് എന്നത്, അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകൾക്കാണ് ലഭ്യമാവേണ്ടത് എന്നതാണ് ഇസ്ലാം ആ രംഗത്ത് നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശവും പ്രധാനപ്പെട്ട മെസ്സേജും. ആ കാര്യങ്ങൾ മനസ്സിലാക്കി
ഇസ്ലാം എന്ന് പറയുന്നത് പുണ്യകരമായിട്ടുള്ള ഏത് കാര്യത്തിലും അങ്ങനെ വഖഫ് ചെയ്യാം. പുണ്യകരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ, നേരെ മറിച്ച് മറ്റു പല അനാവശ്യം അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ, നേർച്ചകൾ, വഴിപാടുകൾ, അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി വഖഫ് ചെയ്യാൻ പാടില്ല എന്നതാണ്. കാരണം അത് ഹറാമായിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അനുവദിക്കപ്പെട്ടിട്ടുള്ള പുണ്യകരമായിട്ടുള്ള ഏത് വകുപ്പിലും, ഇപ്പോൾ പഴയ കാലം പോലെയല്ല ഈ കാലം, ഓരോ കാലഘട്ടത്തിനും ആവശ്യമായിട്ടുള്ള രൂപത്തിൽ വഖഫ് ചെയ്യാവുന്നതാണ്. ഈ കാലഘട്ടത്തിൽ എന്താണോ ആവശ്യം അത് പരിഗണിച്ചുകൊണ്ടാണ് വഖഫ് ചെയ്യേണ്ടത് എന്നതാണ് ഇസ്ലാം നമ്മളെ വഖഫ് സ്വത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. അത് വഖഫ് ചെയ്യുന്ന ആൾക്കാണ് വാക്കിഫ് എന്ന് പറയുക. വഖഫ് സ്വത്ത് ഉണ്ടാകും, അതിൻ്റെ വഖഫ് ചെയ്ത ആൾക്ക് വാക്കിഫ് എന്ന് പറയും. അതിൻ്റെ നടത്തിപ്പും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് മുത്തവല്ലി എന്ന് പറയും. ഓരോ പള്ളിക്കും കമ്മിറ്റിക്കും ഒക്കെ മുത്തവല്ലികൾ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു മുത്തവല്ലിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമല്ല, ഇപ്പം പുതിയ നമ്മുടെ ചില സംവിധാനങ്ങൾ വരുന്നുണ്ട്. മുത്തവല്ലിയുടെ എല്ലാ അധികാരങ്ങളിലെയും കൈകടത്താനുള്ള ശ്രമങ്ങൾ ചില ആളുകൾ നടത്തുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രത്തിലെ ചില നീക്കങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. മുത്തവല്ലിയുടെ എല്ലാ അധികാരങ്ങളും എടുത്തു കളഞ്ഞ് അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കുത്തകയാക്കി മാറ്റാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട്. അതിനെതിരെ കേരളത്തിലെ എല്ലാ ഇസ്ലാമിക സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള, അതിനെ തകർത്തെറിയാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വഖഫിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്. അൻസാറുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അവർ 70 ആളുകൾ, അൻസാറുകളിൽപ്പെട്ട 70 ആളുകൾ ഈ രൂപത്തിൽ വഖഫ് ചെയ്തിരുന്നു എന്നാണ്. ഇന്നും മക്കയിലും മദീനയിലുമൊക്കെ ആ രൂപത്തിലുള്ള വഖഫിൻ്റെ രൂപത്തിൽ ആ പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഹാനായിട്ടുള്ള ഇമാം ഷാഫിയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതേ രൂപത്തിൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് പള്ളികൾ അങ്ങനെയുണ്ട്, വഖഫ് ചെയ്ത പള്ളികൾ. അത് വേണ്ട വിധത്തിൽ സംരക്ഷിക്കപ്പെടണമെന്നതാണ്. അതേ രൂപത്തിൽ യത്തീംഖാനകളുണ്ട്. പഴയ കാലത്തൊക്കെ യത്തീംഖാനകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടായിരുന്നു ആളുകൾക്ക് താമസിക്കാനും പഠിക്കാനും. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് യത്തീംഖാനകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ള, വഖഫ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അതേ രൂപത്തിൽ മദ്രസ, നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഒരു താങ്ങായിരുന്നത് ഈ വഖഫ് സമ്പ്രദായമാണ്. അതുകൊണ്ട് പുതിയ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ചകളോ അങ്ങനെയുള്ള തൻ്റെ എത്ര ഒരു 5 സെൻറ്റ് സ്ഥലം എനിക്ക് വഖഫ് ചെയ്യണമെന്നുള്ള ചിന്താഗതിയോ മുസ്ലിം സമൂഹത്തിൽ നിന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇല്ലാതായി പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വഖഫ് ചെയ്യുക എന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുകയും, നമുക്കൊക്കെ അങ്ങനെ ഒരുപാട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലം നമ്മുടെ പള്ളിക്ക് വേണ്ടി, നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി, ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി പഴയ കാലത്ത് നമ്മുടെ പൂർവികരായ ആളുകൾ ചെയ്തതുപോലെ നമ്മളും ചെയ്യണമെന്നുള്ള സന്ദേശമാണ് പരിശുദ്ധ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നൽകുന്നത്. മൻ ഹഫറ റൂമ ഫലഹുൽ ജന്ന, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും റോമാ കിണർ കുടിച്ച് അത് ആളുകൾക്ക് നൽകുകയാണെങ്കിൽ, വെള്ളം കുടിക്കാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കുകയാണെങ്കിൽ അത് അത്തരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. മഹാനായിട്ടുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ ഒരു സന്ദർഭത്തിൽ ഈ റോമാ കിണർ വിലക്ക് വാങ്ങുകയും അത് പാവപ്പെട്ടവർക്ക് വെള്ളം വളരെ സന്തോഷകരമായ രൂപത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിൽ വെള്ളം ലഭ്യമാക്കുകയും ചെയ്തു എന്ന് മഹാനായിട്ടുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ, നമ്മളുടെ കാലഘട്ടത്തിലും ആ രൂപത്തിലൂടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ദുരന്തം, വയനാട്ടിലുള്ള ദുരന്തം, അവിടെ വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊരു വീട് നിർമ്മിക്കുക എന്ന കാര്യം വഖഫ് ചെയ്യാവുന്നതാണ്. അതേ രൂപത്തിൽ ഒരു വഴി, ഇപ്പോൾ പലപ്പോഴും വഴിയുടെ പ്രശ്നം ഉണ്ടാകാറുണ്ട് പല കുടുംബങ്ങളിലും. ചില ആളുകൾ അവർക്ക് മാത്രം വഴി മതിയെന്ന് വിചാരിക്കും, മറ്റുള്ള ആളുകൾക്ക് വഴിയൊന്നും വേണ്ട. അപ്പോൾ മറ്റുള്ള പാവപ്പെട്ടവരാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും വഴി നൽകാതെ അവരെ വഴിമുട്ടിക്കുന്ന, അവരുടെ ബൈക്കും അവരുടെ കാറും അങ്ങോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ലാത്ത രൂപത്തിൽ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതൊക്കെ എങ്ങനെയെങ്കിലും അവർക്ക് കഴിയുന്ന രൂപത്തിൽ സൗജന്യമായും അല്ലാതെയും വഖഫ് ചെയ്തുമൊക്കെ അങ്ങനെയുള്ള വഴികൾ അവർക്ക് നൽകുവാനുള്ള സന്നദ്ധതയാണ് ഇസ്ലാം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവമായി പരിഗണിച്ചിട്ടുള്ളത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മരണാനന്തരം തന്നോട് ചേർക്കുന്ന ചില കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഇൽമൻ അല്ലമഹു വനശറഹു എന്ന് പറയുന്നത് അറിവ് ഒരാൾ പഠിപ്പിച്ചു കൊടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നത് മരണാനന്തരവും തന്നോട് ചേരുന്ന കർമ്മമായി ഇസ്ലാം പഠിപ്പിക്കുന്നു. വലദൻ സാലിഹൻ, അതേ രൂപത്തിൽ ഒരു സാലിഹായിട്ടുള്ള സന്താനത്തെ
അത് നമുക്ക് അള്ളാഹു നൽകുകയാണെങ്കിൽ അത് മരണാനന്തരവും നമുക്ക് പ്രയോജനപ്പെടുമെന്നാണ്, പ്രാർത്ഥനകൾ പ്രയോജനപ്പെടുമെന്നാണ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് മുസ്ഹഫൻ വറസഹു, പഴയ കാലത്തൊക്കെ മുസ്ഹഫ് ദാനം വഖഫ് ചെയ്യാം, പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്കിൽ പോലും ഒരു നല്ല 10 20 മുസ്ഹഫുകൾ ഒരു പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഒരു മദ്രസയിലേക്കോ അത് വൃത്തിയായി വഖഫ് ചെയ്യാവുന്നതാണ് എന്നുള്ള സന്ദേശമാണ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുള്ളത്. മസ്ജിദൻ, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മാണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കൽ, അല്ലെങ്കിൽ ഒരു തോടും പുഴയും കുളവുമൊക്കെ നിർമ്മിക്കൽ, ഇതേ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും നിർവഹിക്കുകയാണെങ്കിൽ മിൻ മാലിഹി ഫീ സിഹതിഹി വഹയാതി, താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ യൽഹഖുഹു മിൻ ബഅദി മൗതിഹി, മരണാനന്തരവും അവൻ്റെ ആരോഗ്യകാലത്ത്, അവന് കഴിവുള്ള കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാൻ നാം സന്നദ്ധരാകുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖാണ്. ആ തൗഫീഖിലൂടെ മരണാനന്തരവും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അങ്ങനെയുള്ള ഏറ്റവും ഉത്കൃഷ്ടമായ ജീവിതവും അങ്ങേയറ്റത്തെ സന്തോഷകരമായ ജീവിതവും അള്ളാഹു മരണാനന്തരവും നമുക്ക് ലഭ്യമാക്കുമെന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇസ്ലാം ദാനത്തിന് അങ്ങേയറ്റത്തെ പ്രാധാന്യമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന് നിർബന്ധമായിട്ടുള്ള ദാനമുണ്ട്, 2 ഐച്ഛികമായിട്ടുള്ള ഇങ്ങനെയുള്ള ദാനങ്ങളുണ്ട്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ സമ്പത്ത് ചെലവഴിക്കുന്നവർ കമസലി ഹബ്ബ, ഒരു ധാന്യമണി പോലെയാണ്. 50 സബ്ബസനാബിൽ, അതിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാകുന്നു. ഫീ കുല്ലി സുംബുലത്തിൻ മഅതു ഹബ്ബ, ഓരോ കതിരിലും 100 മണികൾ, അപ്പോൾ 700 എന്നിട്ട് അള്ളാഹു പറയുന്നു വല്ലാഹു യുളാഇഫു ലിമൻ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനേക്കാൾ അപ്പുറം അള്ളാഹു ഇരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വളരെ വിശാലതയുള്ളവരും എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവരുമാണ്. ഇങ്ങനെയുള്ള നമുക്ക് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള സന്നദ്ധതയും അത് നമ്മുടെ ജീവിതത്തിൽ മരണാനന്തരവും നമുക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും ഇസ്ലാമികമായിട്ടുള്ള ചിട്ടകളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.